बीजापुर गदेक्षु कार्मुकरुजा चक्राब्जपाशोत्पलं वीह्य सुषाण नरस प्रोज्यकराम्भोर्गं धैर्यो वल्लभया च पद्मालया सत्रोज्जलभूषया विश्व उत्पत्ति विनाश संशयो विघ्न विशिष्टार्थത ധ്യാനം. ഞങ്ങളുടെ ദേവാലയത്തിനും ഒക്കെ ധ്യാനപ്രകാരമുള്ളത് ഹേയോ വല്ലഭയാച്ച പത്മകലയ സൃഷ്ടോജ്വല ഭൂഷയ പത്മകലയ എന്നുള്ളതായ പത്നിയോടുകൂടി തന്നെ മടിയിലിരുത്തിക്കൊണ്ട് 36ഓളം ആയുധങ്ങളോടുകൂടി തന്നെ ആണ്. അപ്പോൾ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ഇല്ലങ്ങളിൽ ഒക്കെ ചെല്ലുന്നവരൊക്കെ ബ്രാഹ്മണർക്ക് മാത്രമാണ് തൊഴിക്കാറുള്ളൂ. പണ്ടൊക്കെ ദേവാലയപ്പുരയിൽ തൊഴിക്കാറുള്ളൂ. കുളിച്ച് ശുദ്ധമായിട്ട് തന്നെ വേണം തൊഴിക്കുക. തൊഴിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒന്ന് തൊഴിക്കാവോ എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുടെ കെട്ടിപ്പിടിച്ച് നടന്ന് യാത്ര ചെയ്യുന്ന ഇപ്പോൾ ഇല്ലങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല, ഇല്ലങ്ങളുടെ തേവാരമൂർത്തികളെ എത്രയോ വർഷം കഴിഞ്ഞിട്ട് അവരെന്നെ തൊഴിയിച്ചതെന്നറിയാമോ? പകലും രാത്രിയും ഉറക്കുളച്ച് നിന്നിട്ട് തൊഴിയിച്ചത്. അപ്പം ഇങ്ങനെ അപൂർവമായ ബിംബങ്ങളുള്ള ഇല്ലങ്ങൾ വളരെ കുറവാണെന്നർത്ഥം. സൂര്യാലടി മലയിൽ അങ്ങനെയാണ്. സൂര്യമലയിൽ നമ്മളുടെ ധ്യാനപ്രകാരമുള്ളത് തന്നെയാണ്. അവിടെ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഒരാൾ വെറുതെ ഒരു തേങ്ങാ കച്ചവടക്കാരൻ ഇങ്ങനെ വന്നപ്പോൾ കുറേ കഷ്ണങ്ങൾ ബാക്കി വന്നു. കുറേശ്ശെ കഷ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശൂന്യമായത് തന്നെ എന്ന് പറയാം, അത് തന്നെ ബാക്കി വന്നു. അത് അദ്ദേഹം ചെയ്തു, അതെല്ലാ ദിവസവും ഇങ്ങനെ തീ കത്തിക്കാൻ ഉപയോഗിച്ചു. ഒരു മന്ത്രവുമില്ല, വെറുതെ ഉണക്കത്തങ്ങ 2 ദിവസം ഉപയോഗിച്ചിട്ടിരുന്നു. ഒരു ദിവസം രാവിലെ കത്തിച്ച് ജ്വാലയിൽ പെട്ടെന്ന് ഒരു പ്രകാശം വന്നു, കയ്യിലേക്കൊരു ബിംബം വന്നു വീണു. എൻ്റെ പൊന്നോ, ആ തേജസ് കാരണം അദ്ദേഹം വേർത്ത് കുളിച്ച് ഇറങ്ങി ഓടിയ സമയത്ത് അവിടെ പുഴയിൽ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കൂട്ടുകാരുടെ തലമുറയായ അദ്ദേഹം കുളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനശക്തി കൊണ്ട് മനസ്സിലായി, ഇത് ഈ തേങ്ങാ കച്ചവടക്കാരൻ, കൊപ്ര കച്ചവടക്കാരന് നിസ്സാര രീതിയിലുള്ള വർഷങ്ങളായിട്ട് വെറുതെ ആണെങ്കിൽ പോലും, ഒരു മന്ത്രപൂരിതമല്ല, വെറുതെ ആണെങ്കിൽ പോലും അഗ്നിയിൽ തേങ്ങാപ്പൂൾ ഹോമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഗണപതി തന്നെ പ്രത്യക്ഷപ്പെട്ട തന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൂര്യകലയുടെ മനയിൽ ഇന്നും ആ ഒരു ചരിത്രങ്ങൾ വർണ്ണിച്ചുകൊണ്ട്, ആ ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ സൂര്യകാലയുടെ മനയിൽ അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. സൂര്യകാലയുടെ ഗണപതി യോഗത്തിൻ്റെ പരികർമ്മത്തിന് പോകാറുണ്ട്. അവിടെ നമ്മുടെ കോതമംഗലത്തെ അടുത്തൊരു മാതിരപ്പള്ളി ഗണപതിയുണ്ട്. അത് എല്ലാം കൂടെ അങ്ങ് കൂട്ടും, തീ ജ്വലിപ്പിക്കും. ഉരുളി ഇങ്ങനെ കമത്തണേ കാണാം, തീ ജ്വലിക്കുന്നതേ കാണാം, നെയ്യൊന്നും ഒഴിക്കരുത്. നമുക്കാകെ മിഞ്ഞട്ടലാവും. കാരണം ഒന്നുമില്ല, കാരണം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഗണപതി പ്രത്യക്ഷം അങ്ങനെയുള്ളവർക്ക് ഓരോന്നായിട്ട് വായിലേക്ക് കൊടുക്കുക. ആനയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണ കണ്ടിട്ടില്ലേ? ഉരുള ഉരുട്ടി ശോഷണാദികൾ കഴിച്ച് ആന ഇങ്ങനെ തല പൊക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ തന്ത്രി ഇങ്ങനെ 5 ഉരുള കൊടുക്കും. ആനയുടെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു ശർക്കര കഷ്ണം പോലെ ചെറിയ ഉരുള കൊടുത്ത് ആന എന്ത് ചെയ്യും? ആന തല കൊണിച്ച് ഇങ്ങനെ അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഈ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശുദ്ധം, ഭക്തി, വൃത്തി, ഇത് മൂന്നോടുകൂടി ടൈമിങ് കറക്റ്റായിരിക്കണം ഗണപതി യോഗത്തിന് അർത്ഥം. ഒരു 3 മിനിറ്റ് കൊണ്ട് ഗണപതി യോഗം കഴിക്കാം, 5 മിനിറ്റ് കൊണ്ട് കഴിക്കാം, 10 മിനിറ്റ് കൊണ്ട് കഴിക്കാം, 6 മണിക്കൂർ കൊണ്ട് ഗണപതി യോഗം കഴിക്കാം. അഷ്ടതിരേഖ ഗുണങ്ങൾ. അപ്പോൾ ഗണപതി യോഗത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും പ്രത്യക്ഷമായ ഒന്നാണ് ഗണപതി ഹോമം. അപ്പോൾ നമ്മളവിടെ പരികർമ്മത്തിന് മുമ്പ് നമുക്ക് തന്നെ അത്ഭുതമാവും. അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഒരു രാജാവ് ഗണപതി യോഗം അവിടെ കഴിച്ചപ്പോൾ, ഗണപതി യോഗം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം 2 പൂ ഇട്ടു, ഹോമിച്ചു. അന്ന് ഈ കർപ്പൂരമൊക്കെ അടുത്ത കാലത്തുണ്ടായ, കർപ്പൂരയിൽ നിന്നും കേരള ആചാരത്തിലേ പെട്ടതല്ല. ദീപാരാധന, കർപ്പൂരാരാധന എന്നല്ല പറഞ്ഞത്, ദീപാരാധന എന്നാണ് പറയാറ്. 5 തിരിയിട്ടതായ ഇതാണ് കൊളുത്തി ഒഴിയേണ്ടത്. പിന്നീട് സംസ്കാരം അനുസരിച്ച് മാറി ദീപാരാധന എന്നാണ് പറയാറുള്ളൂ. കർപ്പൂരാരിന്ന് കേരളത്തിൽ പറഞ്ഞിട്ടേ ഇല്ല, കർപ്പൂരാധന എന്ന് പറഞ്ഞില്ല. ഒരു 5 തിരിയിട്ട ഒന്ന് സർപ്പപത്യോ എന്തെങ്കിലും ആയിട്ടൊന്ന് ഗണപതിക്ക് ഒഴിയും, അങ്ങനെ പതിവ്. അങ്ങനെ ഇരുന്നപ്പോൾ രാജാവ് നോക്കിയപ്പോൾ സാധാരണ അദ്ദേഹം പൂജയ്ക്ക് വിളിക്കുമ്പോൾ വലിയ പോറ്റിമാർ വന്ന് നിറച്ച് വിളക്കൊക്കെ വെച്ച് നിറച്ച് മാലയൊക്കെ ചാർത്തി കീടങ്ങളൊക്കെ വെച്ച് ഗംഭീര ഗണപതിയോ കണ്ടിട്ടുള്ളൂ. ഇദ്ദേഹം വന്നിരുന്നു, ഹോമിച്ചു, പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയാണോ ഗണപതിയോഗം കഴിക്കണമെന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് കുളിച്ച് ബ്രാഹ്മണ ശുദ്ധത്തിലിരിക്കുകയല്ലേ, എന്നെ ഒന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം തൊട്ട് കഴിഞ്ഞപ്പോൾ ഗണപതി പ്രത്യക്ഷമായിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതായ ഗണപതി അവസാനം ജാതവേശ സ്വനമാമ സോമരാധിഹ എന്നുള്ള മന്ത്രത്തോടു കൂടി തന്നെ ചിരട്ട ഹോമിച്ച് കഴിഞ്ഞ സമയത്ത്, ആ 2 ചിരട്ട ഹോമിച്ച സമയത്ത് തല ഒന്ന് കുലുക്കി ഗണപതി ആ കൊമ്പ് രാജാവിൻ്റെ കണ്ണിൽ ചെന്ന് തറച്ച് ആ നിമിഷം കണ്ണുപോയി. പിന്നീട് അദ്ദേഹം നിരന്തരമായി ഇദ്ദേഹത്തെ തന്നെ വിളിച്ചുകൊണ്ട് ഗണപതിയോഗം കഴിച്ചുകൊണ്ട് എല്ലാ ദിവസവും
41 ദിവസം അടുപ്പിച്ച് ഗണപതി ഹോമം കഴിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം ഗണപതി ഹോമം കഴിയുന്തോറും കുറോശയായിട്ട് കാച്ചശക്തി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നുണ്ടായി. വളരെ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവമാണ്. അപ്പോൾ നമുക്കൊക്കെ ഗണപതി പ്രത്യക്ഷം തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് സത്യമേവ ജയത, സത്യമേ പറയാവുള്ളൂ. എനിക്കൊക്കെ ഗണപതി പ്രത്യക്ഷം തന്നെയാണ്, മഹാദേവനും പ്രത്യക്ഷമാണ്, ഗണപതി പ്രത്യക്ഷമാണ്. അത് സംശയമില്ല, അത് സത്യം എവിടെയും പറയണമെന്നർത്ഥം. സത്യം ശിവം സുന്ദരമായിരിക്കുന്നതായ ഗണപതി, സത്യം ശിവസുന്ദരമായ ഇരിക്കുന്നതായ തലപ്പുഞ്ച മഹാദേവൻ അടക്കം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അടിയിട്ടുന്നർത്ഥം. എങ്ങനെയാണോ ഗണപതി കഴിക്കണേ, ഇങ്ങനെയാണോ ഹോമം കഴിക്കണേ, ഇത്ര നേരം എടുക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞാലോ അറപ്പാണ്. അന്ന് എന്തെങ്കിലും കാല് തെറ്റും, എന്തെങ്കിലും ഇത് അപകടം പറ്റും. അപ്പോൾ പരീക്ഷിക്കാനുള്ള അല്ല ഈശ്വരൻ. പദശ്രമിച്ച് തിരുമേനി ഇവിടെ വാഴവള്ളിയും കൊണ്ട് മാത്രമേ കെട്ടാറുള്ളൂ. ഒന്നാം തരം ജപിച്ചതായ 1008 ഗുരു ജപിച്ചതായ 3 പൂണൂലിൻ്റെ പോലെ ഇതുള്ള ഇവിടെ ജപിച്ചു വെച്ചിരിക്കുന്ന ഓരോ ദിവസം 108 ഗായത്രി ജപിച്ചു വെച്ചിരിക്കുന്നതായ നൂല് കൊണ്ടാണ് ഇവിടെ മാല കെട്ടുന്നത്. ആ വള്ളി ചുമ്മാ മുക്കി വിടുന്ന വള്ളി കൊണ്ട് മാല കെട്ടിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് എല്ലാ ദിവസവും ഞാൻ 108 ഉരു പിടിച്ച് ആ 3 ഇഴ പിടിച്ച് 108 ഒരു ഗായത്രി ജപിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. ആ മാല ചാർത്തുന്നതിന് മുമ്പായിക്കൊണ്ട് 36 ഒരു മൂലമന്ത്രവും ജപിച്ചാണ് മാല ചാർത്തുന്ന അഭിമാനത്തോടെ ഞാൻ പറയാം. അപ്പം അങ്ങനെ പഴയ രീതിയിൽ മുത്തപ്പൻ ഉപദേശിക്കുന്ന രീതിയിൽ തന്നെ പോകുമ്പോൾ മന്ത്രപൂരിതമായ ശരീരം, മന്ത്രപൂരിതമായ വസ്തുക്കൾ എല്ലാം ഓലിക്കൂ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന എല്ലാം ആയുർവേദകരമായ എല്ലാ മരുന്നുകളാണ് അല്ലേ. കൊട്ടത്തേങ്ങ, നെയ്യ്, അവര്, മലര്, ശർക്കര. മലരിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മൂത്ര തടസ്സം ഉണ്ടാവില്ല, ഒരു മൂത്രത്തിപ്പഴപ്പം ഉണ്ടാവില്ല. അതിൻ്റെ മലരിട്ട് തീർത്ഥം രാവിലെ കുടിക്കണം എന്ന് പറയുന്നത്. മലര് ധാരാളം വെള്ളമിട്ട് കുടിച്ചോളൂ, ധാരാളം കുതിർത്ത് കുടിച്ചോളൂ. ഒരു ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഒരു മൂത്രത്തിപ്പഴപ്പോ ഒരു കിഡ്നി കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഇതിലുപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ആയുർവേദപരമായും പ്രകൃതി ദത്തവുമായതുമാണ്. അതിനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാറില്ല. നമ്മുടെ ഹോമാചാരങ്ങളടക്കം ഹോമം വീണം മുകളിലേക്ക് പോകണം. അഗ്നേരാഭ അഭ്യ പൃഥിവ്യ ഓഷധേഭ്യോ അന്നം. ഒരു പ്ലേറ്റ് മുകളിൽ വെച്ച് പിടിച്ച് നോക്കുക. കുറച്ച് ഹോമത്തിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് കൊണ്ട് ഇങ്ങനെ പിടിപ്പിക്കുക, തൊടാതെ പിടിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ജ്വാലയിൽ മുകളിൽ പ്ലേറ്റിൽ ജലകണങ്ങൾ ഉണ്ടാവും. അഗ്നേ ആപഹ, അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടാവുക. അഭ്യ പൃഥിവ്യാം, ആ ജലം മേഘമായി നിന്ന് മഴ പെയ്താൽ മാത്രമേ പൃഥിവിയിൽ എന്തുണ്ടാവുള്ളൂ? ഓഷധയ, എല്ലാ ചെടികളും ഉണ്ടാവുള്ളൂ. ഓഷധേഭ്യോ അന്നം, ഓഷധികൾ ഉണ്ടായിക്കൊണ്ട് അതിൽ നിന്ന് ധാന്യം ഉണ്ടായിക്കൊണ്ട് അത് മൂത്ത് കൊയ്തെടുത്താൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുകയുള്ളൂ. പലപ്പോഴും പുറനാട്ടിൽ നിന്ന് വരുന്ന നമുക്ക് കൃഷിയിടങ്ങളൊക്കെ പോയി തുടങ്ങി. ട്രഡീഷണലായിട്ട് രീതിയിൽ കൊണ്ട് നടക്കാത്ത എന്തും ഒരു കാലത്ത് ഭഗവാൻ തിരിച്ചു കൊണ്ടിരിക്കും. ശാന്തി കഴിക്കാൻ മടിയുണ്ടായിരുന്നതായ ഒരു തലമുറയെ വീണ്ടും ശാന്തി കഴിപ്പിക്കുന്നു. കടകത്തിന് മടിയുണ്ടായിരുന്നവരെ തിരിച്ച് കടകം കഴിപ്പിക്കും. അത് മഹാദേവൻ്റെ പ്രത്യേകത, ഗണപതിയുടെ പ്രത്യേകതയാണ്. എന്തിനെ നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മുടെ കുടുംബത്തിൽ എതിർത്തിട്ടുണ്ടോ അത് കഴിപ്പിച്ചിരിക്കുക. അതിന് കാരണം ഉണ്ടാക്കാതിരിക്കുക. എൻ്റെ അടുത്തൊരു ബന്ധു ഒരു രക്ഷയില്ല, ഗൾഫിലൊക്കെ ആയിരുന്നു, കേമായിട്ട് വന്നു, അതിനൊരു പ്രളയം വന്നു, അതിലെല്ലാം നശിച്ചു, വീട് മാത്രം ബാക്കി വന്നു. പെയിൻ്റ് അടിക്കാൻ പോലും വൃത്തിയാക്കാൻ പോലും കാശില്ല. ആ തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കാല് പിടിച്ചാണ് നിങ്ങൾ തലമുറകൾ ഇവിടെ കഴിച്ച മുറ്റത്താണ് നിങ്ങൾ താമസിക്കുന്നത്, ശാന്തി കഴിക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ ഈ കല്ല് കഴിയുന്ന പരിപാടിക്കില്ല. ഇതിലൊക്കെ വലിയ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ച വ്യക്തിയെ വളരെ 20 വർഷത്തിന് ശേഷം, ഞാൻ പേര് പറയാനുള്ള വളരെ അടുത്ത് വന്നു, 20 വർഷത്തിന് ശേഷം അദ്ദേഹം അവിടെ ചെന്ന് നമസ്കരിച്ച്, തന്ത്രിയെ നമസ്കരിച്ച്, എനിക്ക് മുറ്റത്ത് തന്നെയാണ്, വിഷ്ണു ക്ഷേത്രമാണോ കേട്ടോ, ഇവിടെ തെക്കൻ സൈഡിലാണ്, പറയാൻ പാടില്ല, ആ ക്ഷേത്രത്തിൽ അദ്ദേഹം ചെന്ന് നമസ്കരിച്ച് തന്ത്രി താക്കോൽ കൊടുത്ത് ഇപ്പോഴും വളരെ അടുത്ത ബന്ധു അവിടെ മേശാന്തിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വേളി 3 മാസം മുമ്പായിരുന്നു. ഞാൻ പോയി വീട് വെച്ചു. ആ ക്ഷേത്രത്തിൽ തൊഴുവാതെ, അതിനൊരു തുളസിപ്പൂ സമർപ്പിക്കാതെ ആ കുടുംബത്തിൽ ആരും ഇപ്പോൾ പുറത്തേക്ക്. എനിക്ക് അത്ഭുതമായി. കാരണം പൂണൂല് പോലും ഉപേക്ഷിച്ച് നടന്നിരുന്നതായ എൻ്റെ അടുത്ത ബന്ധുക്കൾ തലമുറകളോടും കൃഷ്ണൻ്റെ ബിംബങ്ങൾ വയ്ക്കുന്നു, വിളക്ക് കത്തിക്കുന്നു. അത് ഞാൻ പറയാനില്ല. എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്, ഒരുപാട് വയസ്സായി, 70-ാം പിറന്നാൾ ഞാൻ പോയതാണ്. അവരെ ദൈവമായി കണ്ട് പൂജിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ കുരുക്കാട്ട് പച്ച അടക്കമുള്ള എല്ലാത്തിലെയും നമ്മൾ പോകുമ്പോൾ അതിൻ്റെ സങ്കല്പം കൂടെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രമാണ് ഫലം കിട്ടുള്ളൂ. സങ്കല്പേന സമർപ്പയാമി ഫലതേ നൈവേദ്യമാവേദയെ. ദേവിക്ക് നൈവേദ്യം കൽപ്പിക്കുന്നത് സങ്കല്പത്തിലാണ്.
അല്ല ഇത് മുഴുവൻ ചെയ്യാൻ പറ്റും. പാദ്യമന് അർക്കയുടെ ആദ്യമന് അതൊക്കെ സ്ഥാപനവിധം രാവിലെ ഇരുന്ന് പല്ലി ഏൽപ്പിച്ചുകൊണ്ടിരുന്നാലും ആൾക്കാർ ചീത്ത പറയും, തിരുമേനി പ്രസാദം കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം സങ്കല്പത്തിലാണ് സമർപ്പിക്കുന്നത്. സൃഷ്ടിയോ എന്നെ സൃഷ്ടിച്ചതും സങ്കല്പത്തിലല്ലേ. ആ സങ്കല്പങ്ങളെല്ലാം ശാസ്ത്രീയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.